റെയിൽവേയുടെ വികസനത്തിനായി 200 വർഷം പഴക്കമുള്ള കോന്തുരുത്തി കുരിശുപള്ളിയുടെ സ്ഥാനം മാറ്റുകയാണ്. പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി റെയിൽവേ ഏറ്റെടുത്തതോടെയാണ് പൗരാണിക നിർമ്മിതിക്ക് കേടുപാടുകളൊന്നും വരുത്താതെ ഒരു മാറ്റവുമില്ലാതെ പള്ളി മാറ്റി സ്ഥാപിക്കുന്നത്. കുരിശുപള്ളി പൊളിച്ചു മാറ്റരുത് എന്നത് ഇടവക്കാരുടേത് മാത്രമല്ല, ഒരു നാടിന്റെ മുഴുവനായിട്ടുള്ള ആവശ്യമായിരുന്നു. അപ്പോൾ ആ ആവശ്യം എന്തായാലും കൃത്യമായി തന്നെ പരിഗണിച്ചു. ഒരു റിയൽ കേരള സ്റ്റോറിയാണ്. ആ കഥ കണ്ടുവരാം. സ്ഥാപിതമായ കോന്തുരുത്തി ഇടവകയുടെ കുരിശുപള്ളി ഇന്ന് യഥാസ്ഥാനത്തില്ല. ആരും പൊളിച്ചു മാറ്റിയതല്ല. ഒരു 30 മീറ്റർ ഇടത്തുവശത്തേക്ക് തിരിഞ്ഞാൽ അതേ കുരിശുപള്ളി ഒരു കേടുപാടും കൂടാതെ നിൽക്കുന്നത് കാണാം. ഇതെന്ത് മറിമായമെന്നല്ലേ? ഇതാണ് കോന്തുരുത്തിക്കാരുടെ ആത്മബന്ധത്തിന്റെ ദ റിയൽ സ്റ്റോറി. വികസനത്തിന്റെ ഭാഗമായി റെയിൽവേ സ്ഥലമേറ്റെടുപ്പ് നടത്തിയപ്പോൾ 200 വർഷം പഴക്കമുള്ള കോന്തുരുത്തി കുരിശുപള്ളിയും ഈ പരിധിക്കുള്ളിലായി. കോന്തുരുത്തി പള്ളിയോളം പഴക്കമുണ്ട് ഈ കുരിശുപള്ളിക്കും. പള്ളി പൊളിച്ചു മാറ്റണമോ എന്ന ആശങ്കയിലായിരുന്നു കോന്തുരുത്തി നിവാസികൾ. പ്രതിഷേധത്തിനോ പരാതിക്കോ മുതിർന്നില്ല. പകരം പരിഹാരം തേടിയുള്ള യാത്രയിൽ കുരിശുപള്ളി പൊളിച്ചു മാറ്റാതെ മറ്റൊരു സ്ഥാനത്തേക്ക് നീക്കുന്ന ടെക്നോളജിയെക്കുറിച്ച് അവർ കൂടുതൽ മനസ്സിലാക്കി. ഒടുവിൽ ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീറാം ബിൽഡിംഗ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് കമ്പനിക്ക് ആ ചുമതലയും നൽകി. 3 മാസം മുമ്പ് ആരംഭിച്ച ജോലി അവസാനിക്കാൻ ഇനി ഒരാഴ്ച മാത്രം ബാക്കി. കുരിശടിനെ ഇവിടുന്ന് പൊളിച്ചു കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായ ഇടവക്കാർ പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഹിന്ദുക്കൾ പ്രത്യേകിച്ചും ഇതിനെ ഇവിടെ കൺസർവ് ചെയ്യണം, ഇതിനെ പ്രിസർവ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വരികയും അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിംഗ് ഫേമിനെ നമ്മൾക്ക് കിട്ടുന്നത്. അവർ ഉറപ്പ് തന്നു ഞങ്ങളിത് ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഷിഫ്റ്റിംഗ് പ്രോസസ്സിലേക്ക് ഞങ്ങൾ കടന്നത്. ഈ കുരിശുപള്ളി പൊളിച്ചു മാറ്റരുതെന്ന ആവശ്യം ഇടവകക്കാരുടേത് മാത്രമായിരുന്നില്ല. ആ നാട്ടിലെ നാനാജാതി മതസ്ഥരുടെയും ആവശ്യമായിരുന്നു. 200 വർഷങ്ങൾക്ക് മുൻപ് ഇടവകയിലെ ജനങ്ങൾക്കൊപ്പം കുരിശുപള്ളി നിർമ്മാണത്തിനൊപ്പം ചേർന്നത് ഹൈന്ദവരായ നാട്ടുകാർ കൂടിയായിരുന്നു. മാത്രമല്ല, പണ്ട് കടത്തുതോണി കാത്തു നിന്നിരുന്നവർക്ക് ഒരു തണൽ കൂടിയായിരുന്നു ആ പള്ളി. 200 വർഷങ്ങളിനിയും ആ കുരിശുപള്ളി നാട്ടുകാരുടെ സംരക്ഷണയിൽ അങ്ങനെ തന്നെ നിൽക്കും. കാരണം കോന്തുരുത്തിക്കാരുടെ ഭാവി തലമുറയ്ക്കും അതിന്റെ ചുറ്റും നിന്ന് നാടിന്റെ ഐക്യത്തിന്റെ ചരിത്രം പറയണം. രണ്ട് നൂറ്റാണ്ടിന്റെ പ്രാർത്ഥനകൾ ഇരമ്പുന്ന ഈ ചുവരുകൾക്ക് കാവലായി നിൽക്കുന്നത് ഒരിടവക മാത്രമല്ല, ഒരു നാട് മുഴുവനുമാണ്. ചരിത്രം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യർ തമ്മിലുള്ള ആത്മബന്ധമെന്നാണ് പള്ളുരുത്തി നിവാസികൾ നമ്മെ പഠിപ്പിക്കുന്നത്. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. റെയിൽവേക്കായി ആ കുരിശുപള്ളി വഴിമാറുമ്പോൾ അത് ശരിക്കും ഒരു ചരിത്രം കൂടിയായി മാറുകയാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കേടുപാടും പറ്റാതെ ആ കുരിശുപള്ളി അങ്ങനെ മാറ്റി സ്ഥാപിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. നമുക്കൊപ്പം സ്നേഹമോൾ നൈനാൻ ചേരുന്നുണ്ട് തത്സമയം. സ്നേഹ, ശരിക്കും ആ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കേരളത്തിന്റെ കഥ തന്നെയാണ്. ഇതാണ് യഥാർത്ഥ കേരളത്തിന്റെ കഥ. കാരണം ഇപ്പോൾ മറ്റൊരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ മാനിക്കുന്നവർ എല്ലാ നാട്ടിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലാണ് അതിനെ മാനിക്കുന്നവരും ചുറ്റും സ്നേഹത്തോടെ കൂടുന്ന ആളുകളും ഉള്ളത്. അപ്പോൾ ആ നാടിന്റെ തന്നെ മൊത്തത്തിലുള്ള ആവശ്യമായിരുന്നു ആ കുരിശുപള്ളി അങ്ങനെ പൊളിച്ചു മാറ്റരുത്, അത് അതേപടി മാറ്റി സ്ഥാപിച്ചാൽ അവരുടെ വിശ്വാസത്തെ മാനിച്ചൂടെ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഹിന്ദുമതസ്ഥരുടെ ഭാഗത്തു നിന്നുകൂടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് സ്നേഹം തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിന്റെ ആ ഒരു കഥ കേൾക്കുമ്പോൾ വലിയ സന്തോഷവും അഭിമാനവും ഒരുപോലെ തോന്നുന്നുണ്ട്. ദ കേരള സ്റ്റോറിയെ കുറിച്ച് ഒട്ടേറെ വിവാദങ്ങളും അതുപോലെ തന്നെ സംവാദങ്ങളുമൊക്കെ നടന്ന അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ദ റിയൽ കേരള സ്റ്റോറി എന്താണ് എന്ന് നമ്മൾ മറ്റുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് കോന്തുരുത്തിക്കാരുടെ ഒരു റിയൽ കേരള സ്റ്റോറിയെക്കുറിച്ച് പറയുവാനായിട്ടുള്ളത്. അപ്പോൾ കോന്തുരുത്തി പള്ളിയോട് ചേർന്ന നിലയിൽ പള്ളിയുടെ തന്നെ ഒരു കുരിശുപള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് യാതൊരു കേടുപാടും കൂടാതെ ആ കുരിശുപള്ളി മാറ്റി സ്ഥാപിക്കുന്ന ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എറണാകുളം മുതൽ
ആലപ്പുഴ വരെ ഇതിനിടയിലാണ് ഈ കോന്തുരുത്തിയുടെ ഈ കുരിശുപള്ളി നിന്നിരുന്ന സ്ഥലമുള്ളത്. അപ്പോൾ 4 വരി റെയിൽവേയുടെ പാത അതിൻ്റെ നിർമ്മാണത്തിനായി അല്ലെങ്കിൽ വികസനത്തിനായി തന്നെ ഈ പള്ളി, അതായത് ഈ കോന്തുരുത്തി പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം റെയിൽവേക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ പള്ളിയും അവിടെ നിന്ന് മാറ്റണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എങ്ങനെ ഇതിനെ പൊളിച്ചു മാറ്റാതെ ഇരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആ പള്ളിയെ സംരക്ഷിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് അവിടെയുള്ള നാട്ടുകാർ എത്തിയപ്പോഴായിരുന്നു ഇങ്ങനെ അപ്ലിഫ്റ്റിങ്ങിനെ കുറിച്ച് അവർ കേൾക്കുന്നതും അറിയുന്നതും. അങ്ങനെ ശ്രീറാം ബിൽഡേഴ്സിന്, ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീറാം ബിൽഡേഴ്സിന് ഈ ഒരു ജോലി അവരെ ഏൽപ്പിക്കുകയായിരുന്നു. 3 മാസം മുൻപേ ശ്രീറാം ബിൽഡേഴ്സ് അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ 3ാമത്തെ ജോലിയാണ്. 600 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രം നേരത്തെ തന്നെ അവർ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അതവരുടെ 1ാമത്തെ ജോലി. ഇപ്പോൾ 3ാമത്തെ അവരുടെ ഒരു ജോലിയാണ് ഇത്. അത് നന്നായി തന്നെ പുരോഗമിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ ആ ജോലി അവസാനിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ കോന്തുരുത്തിക്കാരുടെ കയ്യിൽ നമുക്ക് ഒത്തിരി പാഠങ്ങൾ പഠിക്കാനുണ്ട്. വികസനം വേണം, അത് വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ ഒരു പ്രതിഷേധത്തിനോ പരാതിക്കോ ഒന്നും അവർ മുതിർന്നില്ല എന്നതാണ്. ഒരു സ്ഥാപനങ്ങൾ ഉപരോധിക്കാനോ മറ്റൊന്നും പോയില്ല. അപ്പോൾ പകരം എന്താണ് അതിനൊരു പരിഹാരം? അതായത് ഒരു പോർച്ചുഗീസിന് നിർമ്മാണ ശൈലിയൊക്കെ ഉള്ള ഒരു പള്ളിയാണ്, 200 വർഷം പഴക്കമുള്ളത്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ എങ്ങനെ അത് സംരക്ഷിക്കാം എന്നൊരു തീരുമാനം അത് അന്വേഷിച്ച് പോയി. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ അതിനൊരു പരിഹാരം വേണം. അങ്ങനെ ഒരു പരിഹാരം അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ അപ്ലിഫ്റ്റിങ്ങിനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് പഠിക്കുകയും അവർ ചെയ്തു. അതിനുശേഷം അതിപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, അവിടുത്തെ പോസ്റ്ററിൽ നമുക്ക് മനസ്സിലാകാം ഈ പള്ളി പൊളിച്ചു മാറ്റരുതെന്നത് നാനാജാതി മതസ്ഥരുടെയും ആവശ്യമാണെന്നാണ്. അപ്പോൾ ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇടവകക്കാർ മാത്രമല്ല, അന്നവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവരായ ജനങ്ങളുമൊക്കെ ഒത്തുകൂടിയിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നത്. ആ പള്ളി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അതിന് എല്ലാ വശത്തും ഒരു ആർച്ചുണ്ട്. ആ ആർച്ചിലാണ്, അതായത് പണ്ട് ഈ റെയിൽവേ വരുന്നതിന് മുൻപ് അക്കരെ കടക്കാൻ വേണ്ടി ആളുകൾ തോണിനെയാണ് ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ഈ തോണി കാത്തിരുന്ന സമയത്ത് എല്ലാ ആളുകളും വെയിലേൽക്കാതെയും മഴയേൽക്കാതെയും ഒക്കെ വിശ്രമിച്ചിരുന്നത് ഈ പള്ളിക്കുള്ളിലായിരുന്നു, ഈ ആർച്ചിന് ഉള്ളിലായിരുന്നു എന്നാണ്. അപ്പോൾ ഈ പള്ളി സംരക്ഷിക്കുക എന്നുള്ളത് നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യമാണ്. തുടക്കം മുതൽ തന്നെ ആ നാട്ടിലേക്ക് അവരുടെ ഇപ്പോൾ ഉള്ള ആളുകളുടെ പൂർവികർ വന്നപ്പോൾ മുതലുള്ള ഒരു ഐക്യത്തിൻ്റെ കഥ അവർക്ക് പറയണം.